പ്രതീകാത്മകവും നിഗൂഢവുമായ ശില്പങ്ങൾക്ക് പേരുകേട്ട ഒരു ഇന്ത്യൻ കലാകാരൻ. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ശില്പങ്ങളും ചിത്രങ്ങളും വ്യത്യസ്തമായ രചനാശൈലിയും ആശയങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ്. ലോകം, ഫൈബർ ഗ്ലാസ്, കരിങ്കല്ല് തുടങ്ങിയ ശക്തമായ മാധ്യമങ്ങളാണ് അദ്ദേഹം സാധാരണ ശില്പരചനയ്ക്കായി തിരഞ്ഞെടുക്കാറുള്ളത്. സ്പീക്കിംഗ് സ്റ്റോൺസ്, മിറക്കിൾ ഓൺ ദ വിൻഡ്, ഇറ്റ് ഈസ് യുവർ ടേൺ, ഫോറസ്റ്റ് ഓഫ് ദ ലിവിങ് ഡിവൈൻ, ഫോറസ്റ്റ് അറ്റ് നൈറ്റ്, ഡിവോട്ടി, ദ റൗണ്ട് ഓഷൻ ആൻഡ് ലിവിങ് ഡെത്ത് തുടങ്ങി അനേക ശില്പങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. നിരവധി രാജ്യങ്ങളിലെ ആർട്ട് ഗാലറികളിൽ അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാപന ശൈലിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കലാസൃഷ്ടികളും. മോണോക്രോം ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കറുപ്പിലും ചുവപ്പിലുമുള്ള വരകൾ കൊണ്ട് വരച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അങ്ങിങ്ങായി അല്പം നീലയും ചുവപ്പും ചേർത്ത് ചിത്രങ്ങളെ കൂടുതൽ ചിന്താത്മകമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് ബിരുദവും ബറോഡയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം ലണ്ടൻ റോയൽ കോളേജ് ഓഫ് ആർട്സിൽ നിന്ന് കലാപഠനം പൂർത്തിയാക്കി ഇന്ത്യയിലെത്തിയ അദ്ദേഹം ദീർഘകാലം ഡൽഹിയിൽ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്നു. തുടർന്ന് കേരളത്തിലെത്തിയ അദ്ദേഹം ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സുകളിൽ അധ്യാപകനായും പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാവേലിക്കര രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ ആദ്യ പ്രിൻസിപ്പളാണ് അദ്ദേഹം. അതിനു മുമ്പ് സ്ഥാനം വഹിച്ചവരിൽ പലരും പ്രിൻസിപ്പൽ ഇൻചാർജന്മാരായിരുന്നു എന്നതാണ് പ്രത്യേകത. 1957 ജനിച്ച അദ്ദേഹം ഇന്നും തൻ്റെ കലാസപര്യ തുടരുന്നു. ലോക ശില്പകലാരംഗത്തെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ് ശ്രീ N.N. റിംസൺ.